ഇനി പറയാൻ പോകുന്ന രണ്ട് ഹിയറിംഗ് എയ്ഡ് ഞാൻ ഒരുമിച്ച് പറയാം. അത് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇൻ ദ ഇയർ, ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡ്സ്. ഓക്കെ, ഇത് രണ്ടും ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന രണ്ട് ഹിയറിംഗ് എയ്ഡിനെക്കാളും കാഴ്ചയിൽ വലിപ്പം കുറവായിരിക്കും. സോ ഇത് ചെവി ഫില്ലായിട്ടിരിക്കുന്ന രീതിയിലുള്ള ഹിയറിംഗ് എയ്ഡ് ആണ് ഇത് ഇൻ ദ ഇയർ അല്ലെങ്കിൽ ഇൻ ദ കനാൽ ഹിയറിംഗ്. രണ്ടും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. സോ നമ്മൾ ചെവിയുടെ ഉള്ളിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഫിറ്റ് ITE ഹിയറിംഗ് എയ്ഡ് ആണ്. ഇൻ ദ ഇയർ ഇൻസ്റ്റൻറ്റ് ഫിറ്റ് ഹിയറിംഗ് എയ്ഡ് ആണ്. ബട്ട് യൂഷ്വലി നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മോൾഡഡ് ഹിയറിംഗ് എയ്ഡ് ആണ്. ഈ മോഡലും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് മോൾഡഡ് ഹിയറിംഗ് എയ്ഡ് ആണ്. നമ്മൾ ചെവിയുടെ ഇംപ്രഷൻ എടുത്തിട്ട് പേഷ്യൻറ്റിന് കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ ഇയറിൻ്റെ സൈസ് വെച്ചിട്ട്, അവരുടെ ഇയർ കനാലിൻ്റെ സൈസ് വെച്ചിട്ട് നമ്മൾ ഹിയറിംഗ് എയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ബട്ട് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ സൈസ് കുറയുന്നതനുസരിച്ച് ഹിയറിംഗ് എയ്ഡിൻ്റെ പവറും കുറയും. അതായത് ഹിയറിംഗ് എയ്ഡ് ഹാൻഡിൽ ചെയ്യുന്ന റേഞ്ചും കുറയും. അപ്പം മുമ്പ് പറഞ്ഞ ഹിയറിംഗ് എയ്ഡിന് അത്രയും റേഞ്ച് ഇത് കവർ ചെയ്യത്തില്ല. അതായത് ഓരോ ഇത് കഴിയും തോറും ഒരുപാട് നല്ല രീതിയിൽ ലോസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, നല്ല രീതിയിലുള്ള ലോസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഈ ഹിയറിംഗ് എയ്ഡ് പോകുന്നതിനും നല്ലത് മുമ്പ് പറഞ്ഞ ഹിയറിംഗ് എയ്ഡ്സ് പോകുന്നതാണ് നല്ലത്. ബട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഹിയറിംഗ് എയ്ഡ്സ്, ഞാൻ പറയാൻ പോകുന്ന രണ്ട് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് അത് കാഴ്ചയിൽ അത്രയ്ക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു ഫിസിക്കൽ ഒരു ലുക്കിൻ്റെ പേരിൽ നോക്കുകയാണെങ്കിൽ ഈ ഹിയറിംഗ് എയ്ഡ്സിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഇല്ല എങ്കിൽ, ഇപ്പം IT കുറച്ചുകൂടെ കൂടുതൽ കവർ ചെയ്യും. അതുപോലെ തന്നെ CAC വരുമ്പോഴത്തേക്കും അതിൻ്റെ റേഞ്ച് വീണ്ടും കുറയും. IT ഇപ്പം ഇൻവിസിബിൾ ഇൻ ദ ഇയർ ഒക്കെ വരികയാണെങ്കിൽ ഒരു മോഡറേറ്റ് ആ ഒരു റേഞ്ച്, അതായത് ഒരു 50% മേലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡ് ആണ്. നമ്മളുടെ കയ്യിൽ ഇപ്പം റെഡ്ലി അവൈലബിൾ അല്ല. കാരണം ഇത് പേഷ്യൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ താഴെ കൊടുത്തേക്കും, നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചെവിയുടെ അകത്തേക്ക് കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ ഫിറ്റ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്. അതായത് പുറത്ത് നോക്കുമ്പോൾ കാഴ്ചയിൽ ലെസ് വിസിബിൾ ആണ്. മുമ്പത്തെ ഹിയറിംഗ് എയ്ഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് ആണ്, കംപ്ലീറ്റ്ലി അല്ല. സോ ഇത് ചെവിയുടെ ഡീപ്പ് അകത്തേക്ക് കയറിയിരിക്കുന്ന ഹിയറിംഗ് എയ്ഡ് ആണ്. സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസിൻ്റെ അളവുകളും കുറവായിരിക്കും. പക്ഷേ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ഒരുപാട് കൺസേൺ ആവുന്ന ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും.